രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇന്ന് പാലക്കാട് എത്തിയേക്കും. MLA ഓഫീസിന് മുന്നിൽ BJP പ്രവർത്തകർ പ്രതിഷേധിച്ചു. ഓഫീസിലേക്ക് കടക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. രാഹുൽ മാങ്കൂട്ടത്തിലിനെ മണ്ഡലത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന നിലപാടിലാണ് BJP. ഫൈസൽ അസീസ് ചേരുന്നു വിവരങ്ങളുമായി. ഫൈസലെ, ഒന്നേ അറിയാനുള്ളൂ, രാഹുൽ എത്തിയോ പാലക്കാട്? കാളിദാസൻ, രാഹുൽ മാങ്കൂട്ടം MLA പാലക്കാട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് ഇന്ന് രാവിലെ 10 മണിയോടുകൂടി അദ്ദേഹം എത്തുമെന്നാണ് അറിയിച്ചിരുന്നത്. എന്നാൽ ഇതുവരെയും അദ്ദേഹം എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് അറിയുന്നത്. 10 മണിയോടെ പാലക്കാട് എത്തുമെന്നാണ് നമുക്ക് രാവിലെ മുതൽ ലഭിക്കുന്ന വിവരം. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ഇതുവരെയും എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ വരുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഈ BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സ്ഥലത്ത് ഉണ്ടായിരുന്നത്. ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ MLAയുടെ ഓഫീസിന് മുന്നിലായിരുന്നു ആ പ്രതിഷേധം. അതായത് നമുക്ക് ആ പോസ്റ്ററിൽ കാണുന്നത് പോലെ അദ്ദേഹം ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ തലയിലെ ചുണ്ടിൻ്റെ ഭാഗത്ത് ഒരു കോഴിയുടെ കൊക്കും ഒപ്പം തന്നെ തലയിൽ കോഴിയുടെ മുടിയും ഒക്കെ വെച്ചുകൊണ്ട് തന്നെയാണ് ആ ഒരു പോസ്റ്റർ ഉണ്ടായിരുന്നത്. അത്തരത്തിൽ വളരെ ശക്തമായൊരു പ്രതിഷേധമാണ് BJP ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ഒടുവിൽ പോലീസ് എത്തി ഈ BJP പ്രവർത്തകർ അവിടുന്ന് നീക്കം ചെയ്യുകയായിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെയായിരുന്നു MLA ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നത് BJPയുടെ നേതൃത്വത്തിൽ. എന്നാൽ DYFI സമാനമായ മാർച്ച് നടത്തുമെന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. അതായത് MLA കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നുവെങ്കിലും ഈ ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തടയില്ല എന്ന് അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ DYFIയുടെ ഭാഗത്ത് നിന്നുള്ളൊരു മാർച്ച് പ്രതിഷേധമോ ഉണ്ടായേക്കില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും BJPയുടെ നേതൃത്വത്തിൽ ശക്തമായ മാർച്ച് നടന്നു കഴിഞ്ഞു. അത് MLA ഓഫീസിന് മുന്നിലായിരുന്നു. ഈ പീഡന ആരോപണങ്ങൾക്ക് പിന്നാലെ ഒരു മാസമായി അദ്ദേഹം തൻ്റെ പത്തനംതിട്ടയിലെ അടൂരിലെ വീട്ടിൽ കഴിയുകയാണ്. ആ ഒരു മാസത്തിന് ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ പാലക്കാട് മണ്ഡലത്തിലേക്ക് എത്തുന്നത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ തന്നെ ആകെ അദ്ദേഹം പുറത്തിറങ്ങിയത്, അതായത് ഈ ഒരു മാസത്തിനിടയിൽ ആകെ അദ്ദേഹം പുറത്തിറങ്ങിയിരിക്കുന്നത് നമുക്കറിയാവുന്നതുപോലെ നിയമസഭാ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. നിയമസഭാ സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം അദ്ദേഹം പങ്കെടുത്തു. തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിലേക്ക് എത്തി. ഈ പ്രതിപക്ഷ നിരയിലെ ഏറ്റവും പുറകിലായിരുന്നു അദ്ദേഹം ഇരുന്നിരുന്നത്. അതിനുശേഷം ഈ ഒരു മരണപ്പെട്ട ഈ VS അച്യുതാനന്ദൻ അതുപോലെ ഉൾപ്പെടെയുള്ള മുൻ MLAമാരുടെ അന്തിമോപചാരം അർപ്പിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം നിയമസഭാ സമ്മേളനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം നിയമസഭാ മന്ദിരം വിട്ടു പോവുകയും ചെയ്തു. അവിടെ SFIയുടെ നേതൃത്വത്തിലൊക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധമൊക്കെ നമ്മൾ കണ്ടതാണ്. അന്ന് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരിക്കുകയും ചെയ്തിരുന്നു. അല്ലാതെ അതിന് മുമ്പോ അല്ലെങ്കിൽ അതിനുശേഷം അദ്ദേഹം വീട് വിട്ട് പുറത്തിറങ്ങിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഈ പാലക്കാട് നിന്നുള്ള നിരവധി നേതാക്കൾ, കോൺഗ്രസിൻ്റെ നേതാക്കൾ അദ്ദേഹത്തിനെ സന്ദർശിക്കാൻ അടൂരിലെ വീട്ടിലെത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ഇതുവരെയും പാലക്കാട് എത്തിയിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതൊരു സ്ഥിരീകരിക്കാത്ത ഒരു വിവരമാണ് എന്ന് തന്നെ പറയേണ്ടി വരും. കാരണം അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയെങ്കിൽ കൂടുതൽ പ്രതിഷേധത്തിന് കൂടി വഴിവെക്കുമെന്നാണ് സൂചന. അതുകൊണ്ട് തന്നെ സ്ഥലത്ത് വലിയ രീതിയിലൊരു പോലീസ് സന്നാഹം തന്നെ നിയോഗിച്ചിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഏതായാലും BJPയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം കഴിഞ്ഞു. 8 മണിയോടുകൂടി ആരംഭിച്ച ഒരു പ്രതിഷേധം
8 മണിയോടുകൂടിയായിരുന്നു BJPയുടെ പ്രതിഷേധം ആരംഭിച്ചത്. തുടർന്ന് പോലീസ് എത്തി പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ഒക്കെ ചെയ്യുന്ന സ്ഥലത്ത് വലിയ സംഘർഷാവസ്ഥ തന്നെ ഉണ്ടായി എന്ന് തന്നെയാണ് പറയേണ്ടി വരുന്നത്. ഒപ്പം തന്നെ ഈ BJPയുടെ നേതൃത്വത്തിൽ അല്ലാതെ DYFIയുടെ നേതൃത്വത്തിലുള്ള പ്രതിഷേധം ഉണ്ടായേക്കില്ല എന്നും മനസ്സിലാക്കുന്നു. ഏതായാലും ഈ പ്രതിഷേധങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുമെന്നാണ് ഒരു വിഭാഗം കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ പറഞ്ഞത്. കോൺഗ്രസ് കൗൺസിലർ ഉൾപ്പെടെ പറഞ്ഞത് രാഹുൽ മാങ്കൂട്ടത്തിൽ വരണം, രാഹുൽ മാങ്കൂട്ടത്തിന് സംരക്ഷണം ഒരുക്കുമെന്ന് തന്നെയാണ് പറഞ്ഞത്. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണയുമുണ്ട് മണ്ഡലത്തിൽ എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത്രയും ആരോപണം ഉണ്ടായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പിന്തുണയിൽ ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ് പറയേണ്ടി വരും. ഏതായാലും രാഹുൽ മാങ്കൂട്ടത്തിൽ ഇതുവരെയും എത്തിയിട്ടില്ല, ഇന്ന് എത്തും എന്ന് തന്നെയാണ് നമുക്ക് അറിയുന്നത്. കാളിദാസ്. ശരി, ഫൈസൽ അസീസാണ് വിവരങ്ങൾ